നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ശവക്കല്ലറയിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ ശേഷം ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. തീർച്ചയായും അങ്ങ് നീതിമാനായിരുന്നു. ഈ ഒരു വാക്ക് എഴുതി വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിനെതിരെ ഒരുപാട് സോളാർ വിവാദങ്ങളൊക്കെ വന്ന സമയത്ത് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് കള്ളക്കഥകൾ മിനഞ്ഞ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം മരിച്ചു പോയതിനു ശേഷമാണ് തീർച്ചയായും അങ്ങൊരു നീതിമാനായിരുന്നു എന്ന് ഒരു എഴുതി വെക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. അത് സത്യമാണ് എന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും അത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുകയാണ്. പ്രധാനമായിട്ടും വി ഡി സതീശനും കെ സി വേണുഗോപാലും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ചെന്നിത്തലൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വെറുതെ കയറി കൂടിയതാണ്. എനിക്കും സീനിയോറിറ്റി ഉണ്ട്, അപ്പം എനിക്കും മുഖ്യമന്ത്രിയാണ്, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടട്ടെ, ഒരു കപ്പ് വെറുതെ പോകുന്ന കൂട്ടത്തിൽ ചോദിക്കുക എന്നുള്ള രൂപത്തിലാണ്. സത്യത്തിൽ മത്സരം കെ സിയും വി ഡിയും തമ്മിലാണ്. അപ്പോൾ ഞാനിതല്ല ആലോചിക്കുന്നത്. ഈ കെ സി വേണുഗോപാൽ എന്ന വ്യക്തി, അദ്ദേഹം ഒരുപാട് പാരമ്പര്യമുള്ള കോൺഗ്രസ് നേതാവാണ്, കേന്ദ്രമന്ത്രി ആയിട്ടുണ്ട്, അല്ലാതെ ആയിട്ടുണ്ട്, ഒരുപാട് വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഈ വിഷയത്തിൽ അദ്ദേഹം എടുത്ത സ്റ്റാൻഡ് നീതിയോട് നിരക്കുന്നതാണോ എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹം ഒരു എം പി ആണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഉന്നതാധികാര സമിതി ഹൈക്കമാൻഡിൻ്റെ ആ ബോഡിയിലെ ചർച്ചകളുടെ ഫോട്ടോസ് വരുമ്പോൾ അതിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു ഭാഗത്ത്, അപ്പുറത്ത് രാഹുൽ ഗാന്ധി, തൊട്ടടുത്ത് നിൽക്കുന്ന ആളാരാണ്? കെ സി വേണുഗോപാൽ. അത്രയും ഹൈ കമാൻഡിങ് പവറുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ എം പിമാരും മത്സരിക്കേണ്ടതില്ല എന്നുള്ള കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം കേരളത്തിൽ നടപ്പിലാക്കുകയാണ്. ഓക്കെ, അതിൽ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാവുന്നില്ല. എന്നിട്ട് ഇപ്പോൾ അധികാരം കിട്ടി, 102 എന്ന് പറയുന്ന 1960 ശേഷം കോൺഗ്രസിന് ഇത്രയും അധികം ഭൂരിപക്ഷം കിട്ടി, അല്ലെങ്കിൽ UDF എന്ന മുന്നണിക്ക് ഇത്രയും അധികം ഭൂരിപക്ഷം കിട്ടിയൊരു സമയം ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇദ്ദേഹം കാണിച്ച പണിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഓട് പൊളിച്ച് നിയമസഭയിലേക്ക് ഇറങ്ങി വരിക സംസാരം മുമ്പുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഓട് പൊളിച്ചിറങ്ങുക എന്ന് പറയുന്ന പോലെ ഒരു തട്ടിപ്പറിച്ച് വാങ്ങുമല്ലോ, അതിനു വേണ്ടി ശ്രമിക്കുക. ശരിക്കും ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള ചർച്ചയിൽ കെ സി എന്ന് പറയുന്ന വ്യക്തി വരാനേ പാടില്ല. എങ്ങനെയാണ് അദ്ദേഹം വരിക? RCയും വി ഡിയും വരട്ടെ, കാരണം അവർ രണ്ടുപേരും MLA മാരാണല്ലോ. അവർ രണ്ടുപേർക്കും ക്ലെയിം ഉന്നയിക്കാൻ എല്ലാ അവകാശമുണ്ട്. പക്ഷെ ഇദ്ദേഹം എന്തിൻ്റെ ബലത്തിലാണ് ഒരു ക്ലെയിം ഉന്നയിക്കുക? ആ ക്ലെയിം ഉന്നയിക്കുന്ന സമയത്ത് തന്നെ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള, പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള ഞങ്ങളുടെ വയനാടിൻ്റെ MP മാരായിരുന്ന അവർക്ക് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, നിങ്ങൾ നീതിയോടൊപ്പമല്ല നിൽക്കുന്നത് എന്ന് പറയാനുള്ള ധാർമ്മിക ബോധം അവർക്ക് ഉണ്ടാവേണ്ടതല്ലേ? എനിവേ അവർക്കില്ലെങ്കിൽ ഇദ്ദേഹം ഇത് കാണിക്കുന്നത് അനീതിയാണ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി ഇതിൽ നിന്ന് പിന്തിരിയാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനില്ല. അതും ചെയ്തില്ല. മാത്രമല്ല, വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടന്ന് അദ്ദേഹം അണികളെ ചേർത്ത് പിടിച്ച് അവർക്കൊരു വിശ്വാസം കൊടുത്ത് 102 എന്ന് പറയുന്ന ലാൻഡ് സ്ലൈഡ് വിക്ടറി ഒരുക്കി കൊടുത്തു. അപ്പോൾ അതാ വരുന്നു കെ സി, ഞാനാണ്, എൻ്റെ ഇതാണ്. അപ്പോൾ കെ സി ഈ ഒരു സമയത്തിനിടയ്ക്ക് കെ സി എടുത്ത പണി എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ സ്ഥാനാർത്ഥികളെയും എന്ത് ചെയ്യുക, പൈസ കൊടുത്തും അല്ലാതെയും ഫണ്ട് ഒരുക്കി കൊടുത്തിട്ടൊക്കെ അവരെ ചാക്കിട്ട് പിടിക്കുക. ഒരുതരം റിസോർട്ട് രാഷ്ട്രീയം. ഇനിയിപ്പോൾ അടുത്തൊരു 10 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിലും ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഓരോ MLA മാർക്കും, അല്ലെങ്കിൽ ഓരോ കെ സിയും RCയും ഒക്കെ ഓരോ MLA മാരെ ചാക്കിട്ടിട്ട് എന്ത് ചെയ്യുക, റിസോർട്ടിൽ കൊണ്ടുപോകുക. പണ്ട് അവിടെ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന പോലെ BJP-ക്കാർ കോൺഗ്രസ്സുകാരെ ചാക്കിട്ട് പിടിക്കുന്ന പോലെ ഇവിടെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഓരോ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുക, ഓരോരുത്തർ ചാക്കിട്ട് പിടിച്ചോളും. അതാണ് നല്ലത്. ഏതായാലും അനീതിയാണിത് കാണിച്ചത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഏതായാലും കെ സി വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൽ നിന്നൊക്കെ വരുന്നത്. ഞാൻ എൻ്റെ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട MLA മാരോടാണ്. കാരണം ഈ MLA എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ്. അവരൊക്കെ പ്രതിനിധീകരിക്കുന്നത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയെയാണ്. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ജനങ്ങളെയാണ്. അപ്പോൾ ആ ജനങ്ങൾ എന്ത് വിചാരിക്കുന്നു, അത് അവരുടെ വ്യക്തി താല്പര്യങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ജനങ്ങൾ എന്ത് വിചാരിക്കുന്നു, ജനങ്ങളുടെ പൾസ് പറയാനുള്ള ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ശരിക്കും ഡിസിഷൻ എടുക്കാൻ പോലുള്ള അധികാരമില്ല. കാരണം ഇത് KPCCയുടെ പ്രസിഡന്റിനെ കണ്ടെത്തുന്ന ഇലക്ഷൻ അല്ല. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് പറയാം അവരുടെ പാർട്ടിയിൽ പ്രസിഡന്റിനെ കണ്ടെത്തുന്ന ഇലക്ഷനാണെന്ന് പറയാം. ഇതല്ല, ഇതൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്ന ഇലക്ഷനാണ്. UDFൻ്റെ മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്ന ഇലക്ഷനാണ്. 63 സീറ്റ് മാത്രമേ കോൺഗ്രസിനുള്ളൂ. അവർക്ക് മറ്റുള്ള ഘടകകക്ഷികളൊക്കെ വിശ്വാസത്തിലെടുത്തിട്ട് മാത്രമേ ഇതിൽ തീരുമാനം കണ്ടെത്താൻ പാടുള്ളൂ. അതാണ് നീതി. പക്ഷെ അത് മനസ്സിലാക്കാതെ എല്ലാവരും ഓരോരുത്തരും അവരുടെ സ്ഥാപിതമായ താല്പര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർക്ക് വൈയക്തികമായി അവർക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന സാധ്യതകൾ കണക്കിലെടുത്തിട്ട് അവർ കെ സിക്കും വേണ്ടി കൈ പൊക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊക്കെ
ഒരു 5 വർഷം കഴിഞ്ഞാൽ ജനങ്ങളുടെ കോടതിയിലേക്ക് വരാനുള്ള ആളുകളാണ്. കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് നിങ്ങൾ ഒരുപാട് ഗ്രൂപ്പ് കളിയൊക്കെ കളിച്ചിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും സോഷ്യൽ മീഡിയ എത്തിയും റീച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു മനുഷ്യനോട് നിങ്ങൾ അനീതിയാണ് നിങ്ങൾ കാണിച്ചതെങ്കിൽ ആ മനുഷ്യൻ്റെ ഒപ്പം നിൽക്കാൻ കേരളത്തിലെ ജനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വി ഡി സതീശൻ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു മന്ത്രി പോലും ആവാതെ അദ്ദേഹം ഒരു വെറും MLA മാത്രമായി ആ പറവൂരിൽ പോയി ഇരുന്നാൽ മതി. എന്നിട്ട് KC വേണുഗോപാൽ ഏതായാലും 6 മാസത്തിനുള്ളിൽ അദ്ദേഹം ഇലക്ഷനെ ഫേസ് ചെയ്യണം. ആ ഇലക്ഷനെ ഫേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് ഒരു നേരെ ചൊവ്വ എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ ജോണി ലൂക്കാസിൻ്റെ ഒക്കെ മാധ്യമപ്രവർത്തകർ, പ്രമോദ് രാമൻ, അതുപോലെ വലിയ മുതിർന്ന മാധ്യമപ്രവർത്തകർ നടത്തുന്ന ഒരു പരിപാടി, അത് നേരെ ചൊവ്വ എന്നുള്ള രൂപത്തിലുള്ള ആ സംസാരത്തിൽ ഈ ഹൈക്കമാൻഡ് നടത്തി തന്നെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പ ആരാണ് എന്ന് ആ ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹം ഒരു ഇലക്ഷനെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അദ്ദേഹം ജയിക്കൂല. കാരണം ഒരു മനുഷ്യനോട് അനീതിയാണ് കാണിച്ചത് എന്ന് കേരളത്തിലെ വോട്ട് ചെയ്ത ജനങ്ങൾ, സർവ്വ ജനങ്ങളും അത് പറയുന്നുണ്ടെങ്കിൽ സത്യം എന്താണ് എന്ന് ജനങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ അതിലേറ്റവും എനിക്ക് പ്രത്യാശ ഉണ്ടാക്കുന്നൊരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ പയ്യന്നൂരാണ്. ഞാൻ അദ്ദേഹം വിമത സ്ഥാനാർത്ഥിയായി വന്ന ആ സമയം മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൂടെ ആൾക്കൂട്ടങ്ങളില്ല. അദ്ദേഹം ഫുള്ള് പ്രചരണം നടത്തുന്നത് ഫേസ്ബുക്കിൽ മാത്രമാണ്. കാരണം അത് മാത്രമാണ് അദ്ദേഹത്തിന് ഓപ്ഷനുള്ളൂ. എന്നിട്ട് തലേ ദിവസം വരെ അവിടെയുള്ള നിലവിലെ MLAക്ക് വേണ്ടി പണിയെടുത്തിരുന്ന സഖാക്കൾ വരെ ഈ കുഞ്ഞികൃഷ്ണനോട് ചെയ്യുന്നത് അനീതിയാണെന്ന് മനസ്സിലാക്കി പിറ്റേ ദിവസം വോട്ട് മാറ്റിക്കുത്തി. അതുകൊണ്ട് അത് പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ, അല്ലെങ്കിൽ നമ്മുടെ കേരളം ഉണ്ടായതിനു ശേഷം അവിടെ മറ്റൊരു CPMൻ്റെ ഇടതുപക്ഷ അനുഭാവികളല്ലാതെ മറ്റാരും വിജയിക്കാത്തൊരു മണ്ഡലമാണ്. അവിടെ പോലും അവർക്ക് അടിപറ്റി എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഒരു സീറ്റും, ഈ 63 സീറ്റ് കോൺഗ്രസിന് ഉണ്ടെന്നാണ് പറയുന്നത്, അപ്പോൾ 63-ൽ ഒരു സീറ്റും കോൺഗ്രസിന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആവാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ഇരിക്കൂറൊക്കെയാണ് പറയുന്നത് 40-45,000 ഭൂരിപക്ഷം ഈ ഒരു തെരഞ്ഞെടുപ്പിലുണ്ട്. ഇതിന് മുമ്പ് മാക്സിമം 20,000 ഭൂരിപക്ഷമൊക്കെ കിട്ടല്. അത് ഡെഫിനറ്റ്ലി മറിയാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് കേസ് വരട്ടെ, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അഭിലാഷങ്ങളൊക്കെ തീർത്തു കൊടുക്കാം. അങ്ങനെ കേരളത്തിൽ നിന്ന് അപമാനിതനായി പിന്തിരിഞ്ഞു പോവാനാണ് അദ്ദേഹത്തിന് യോഗമെങ്കിൽ ആ യോഗം മലയാളികൾ ചെയ്തു കൊടുക്കാന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഇതിപ്പോൾ മകളെ കാണിച്ച് അമ്മയെ കെട്ടിക്കുന്നത് പോലെയല്ല, മകളെ കാണിച്ച് അമ്മൂമ്മനെ കെട്ടിക്കുന്ന പോലെയാണ്. വി ഡി സതീശന് വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. അത് A to Z ആളുകൾ മൊത്തം പറയും. പക്ഷേ ഇത് ഹൈജാക്ക് ചെയ്ത് MLAമാരെ ഹൈജാക്ക് ചെയ്തിട്ട് സ്ഥാനം തട്ടിപ്പറിക്കുക, ഒന്നും പറയാനില്ല. MLAമാരുടെ ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. ഏതായാലും നിങ്ങളൊക്കെ ഇനിയും മലയാളികളുടെ മുമ്പിലേക്ക് കൂപ്പുകൈയുമായി 5 വർഷം കഴിഞ്ഞാൽ വരാനുണ്ട്. ഇതൊക്കെ മലയാളികൾ വരവ് വെക്കും. നിങ്ങൾ അനീതിയാണ് കാണിച്ചതെങ്കിൽ നീതി എന്താണ് എന്ന് ജനങ്ങൾ കാണിച്ചു തരും. അത്രേ ഇപ്പോൾ ഈ കാര്യത്തിലൊക്കെ പറയാനുള്ളൂ. കോൺഗ്രസ്സിന് കോഴിക്കോടിൻ്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. കോഴിക്കോടിൽ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു മനുഷ്യനെതിരെ ജയിച്ചിട്ടില്ല. 10 കൊല്ലമായി, 10-20 വർഷമായിട്ട് അവിടെ ഒരു കോൺഗ്രസ് MLA പോലും ഇല്ല. എന്നിട്ട് നമ്മുടെ അഭിജിത്തിനെയും സൂരജിനെയും ഒക്കെ ജയിപ്പിച്ച് വിട്ടിട്ട് അവരൊക്കെ കൈ ഉയർത്തിയത് വി ഡി സതീശന് വേണ്ടിയല്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഇനി കോൺഗ്രസ് എന്തെല്ലാം വാഗ്ദാനങ്ങൾ മുന്നിൽ വെച്ചോ അതൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല. ഒരു മനുഷ്യനോട് നിങ്ങൾക്ക് നീതി കാണിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പൊതുജനങ്ങളോട് നിങ്ങൾ എന്ത് നീതി കാണിക്കാനാണ്? ഓക്കെ, ഏതായാലും ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഞാനൊരിക്കലും KCയോ RCയോ ഒക്കെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അടുത്ത ഇലക്ഷനിൽ അനിൽകുമാറിന് വോട്ട് ചെയ്യില്ല. അനിൽകുമാറിന് വോട്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല, ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഹൈ പവർ അതോറിറ്റി അവർ മലയാളികളോട് അനീതി കാണിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അനീതി കാണിക്കാൻ അവർ ശ്രമിച്ചാൽ ഞാൻ അടുത്ത വയനാട് ഇലക്ഷനിലും ഞാൻ ഒരിക്കലും പ്രിയങ്ക ഗാന്ധിക്കോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ ആർക്കും ഞാൻ വോട്ട് ചെയ്യില്ല. അതെൻ്റെ സ്റ്റാൻഡാണ്.